തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ കരിമരുന്നും കേസരികളുടെ അല്ലെങ്കിൽ ഗജവീരന്മാരുടെ എഴുന്നള്ളത്തും വേണമോ എന്ന ചർച്ച വീണ്ടും സജീവമായി ഉയർന്നു വരികയാണ്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഇതിനകം തന്നെ അഭിപ്രായം വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും കാലങ്ങളായി തന്നെ ഇതിനെതിരെ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്ന സ്വാമി ചിദാനന്ദപുരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. താങ്കൾ ഒരുപാട് നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, ഓരോ അപകടങ്ങൾ വരുമ്പോഴും ഓരോ അനർത്ഥങ്ങൾ വരുമ്പോഴും നമ്മൾ പറയുന്നു ഇത് വേണോ വേണ്ടോ എന്നുള്ളത്. പക്ഷെ ഒരു വലിയ ചർച്ച ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നില്ല. ഒരുപക്ഷെ ഈ ആഘോഷങ്ങൾ വേണമെന്ന് പറയുന്നവർക്കാണ് കൂടുതൽ മുൻതൂക്കം കിട്ടുന്നതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഇത് വ്യക്തിപരമായി നമ്മെ സംബന്ധിച്ച് കഴിഞ്ഞ 36 വർഷങ്ങളായിട്ട് നിരന്തരം ഹൈന്ദവ സമാജത്തിൽ ആവർത്തിച്ച് പറയുന്നതാണ് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ, അതിൻ്റെ അനർത്ഥങ്ങൾ. ഒന്നാമതായിട്ട് ഒരു ശാസ്ത്രത്തിലും ഇതൊന്നും പറയപ്പെട്ടിട്ടില്ല. ഇത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമല്ല, ആചാരത്തിൻ്റെ ഭാഗമല്ല, ഇതൊരു സാമൂഹിക വിനോദത്തിൻ്റെ മാത്രം ഭാഗമാണ്. ഇത് നമ്മളായിട്ട് പറയുന്നൊന്നുമല്ല. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവർ ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ് കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്നുള്ളത്. ഇവിടെ ആദ്യം നമുക്ക് കരിമരുന്നിനെ കുറിച്ച് പറയാം. ഇത് വൈകാരികമായി ഇപ്പോൾ ഒരു കുറേ പേരുടെ ദുഃഖകരമായ മരണവും അതിമാരകമായ പരിക്ക് പറ്റിയതുമായ സാഹചര്യത്തിൽ പറയുന്നതല്ല. അതിൽ നമ്മൾ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. പ്രത്യേകിച്ച് പരിക്ക് പറ്റി ഛിന്ന ഭിന്നങ്ങളായ ദേഹാംഗങ്ങളോടുകൂടി കഴിയുന്നവരെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു. നീതിയുക്തമായ അന്വേഷണം നടക്കട്ടെ. എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വശവും പിടിക്കാതെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വരട്ടെ, നടപടികൾ വരട്ടെ. പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതൊരു അന്വേഷണം കൊണ്ടും തിരിച്ചു പിടിക്കാനോട്ട് കഴിയുകയുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങളിലായാലും പള്ളി പെരുന്നാളുകളിലായാലും, കേവലം ക്ഷേത്രങ്ങളിലല്ല, രാഷ്ട്രീയ പാർട്ടികൾ വിജയാഘോഷങ്ങളിലായാലും പോയി ഇപ്പോൾ വിവാഹ ചടങ്ങുകളിൽ പോലും വലിയ കരിമരുന്ന് പ്രയോഗങ്ങൾ, വെടിക്കെട്ടുകൾ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആംബുലൻസിന് പോലും പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വേണം. അതാണ് നമ്മുടെ സമൂഹം. അത്ര പരിഷ്കൃതമാണ് നമ്മുടെ സമൂഹം, നമ്മൾ അഭിമാനിക്കുന്നു. ഈ സമയത്ത് ഈ കരിമരുന്നുകളിൽ നിന്നുണ്ടാവുന്ന വിഷവാതകങ്ങൾ അതെത്രമാത്രം അന്തരീക്ഷ മലിനീകരണം ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് എന്ത് പഠനമാണ് നടക്കുന്നത്, എന്ത് നിയന്ത്രണമാണ് നിലവിലുള്ളത്? അല്ലെങ്കിൽ ഇത് ആചാരത്തിൻ്റെ ഭാഗമാകണം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിലെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, സ്വാമി ഇതൊക്കെ അനാദികാലമായിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചു, അനാദികാലമോ? കരിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി? 11-12 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ചൈനയിലാണ് ആദ്യമായി കരിമരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നത്. ഭാരതത്തിലേക്ക് ഇത് വരുന്നത് മുഗളന്മാരുടെ ഭരണകാലത്ത് തീർത്തും സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴും ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയാണ് ക്ഷേത്രങ്ങളിൽ കരിമരുന്നുകൾ പൂരങ്ങൾക്ക്, വേലകൾക്ക് പ്രയോഗിക്കാൻ തുടങ്ങുന്നത്. ആദ്യം കതിനകളായിട്ടും പിന്നീട് അതിൻ്റെ പല 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 വികസിത ഭാവങ്ങളായിട്ടും. അതൊക്കെ ഒരു മാത്സര്യത്തിൻ്റെ, തൻ പ്രമാണിത്വം കാണിക്കാൻ വേണ്ടി രാജാക്കന്മാരും ഭരണാധികാരികളും ക്രമേണ സമൂഹം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു വിപത്താണെന്ന് മാത്രമേ ഞാനതിനെ കൊണ്ട് പറയുള്ളൂ. ഇത് പറയുന്ന സമയത്ത് ശാസ്ത്രീയമായൊരു ചർച്ചയ്ക്ക് തയ്യാറാവാതെ പറയുന്ന ആളെ മുൻപാണെങ്കിൽ നിരീശ്വരവാദിയാണ്, ആചാരവിരുദ്ധനാണെന്ന് മുദ്ര കുത്തുക. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയവരുടെ തെറി വിളിക്കുന്നൊരവസ്ഥ. അല്ലാതെ വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറയാൻ ആരും തയ്യാറല്ല. കാരണം ആചാരത്തിൻ്റെ ഭാഗമല്ല, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമല്ല. പണ്ട് കാലത്ത് ചൈനയിൽ സന്തോഷ പ്രകടനത്തിന് വേണ്ടിയിട്ട് ശബ്ദഘോഷം ഉണ്ടാക്കാൻ വേണ്ടി ഈ മുളയുടെ പുറത്ത് ചെറിയ നൂലുകൊണ്ട് ഉറപ്പിച്ച് കെട്ടിയിട്ട് തീയിലിടുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലെ വായു വികസിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. നമ്മൾ സന്തോഷം ഉണ്ടാകുമ്പോൾ കൈയടിക്കുക, പാത്രങ്ങൾ കടിക്കുക, ശബ്ദഘോഷം ഉണ്ടാക്കുക, അത് നമ്മുടെ സ്വഭാവമാണ്. ഒരു സമൂഹത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ശബ്ദഘോഷങ്ങൾ, വർണ്ണരാജികൾ ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു സാമാജിക വിനോദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിന് ഇത്രയേറെ വില നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. ഒന്ന്, അപകടങ്ങൾ, മരണങ്ങൾ. അവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഉടനെ വരുന്ന പ്രതികരണം, വാഹനങ്ങളിൽ എത്ര പേര് മരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വാഹനം നിരോധിക്കുക.
മറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എത്ര പേര് ഫാക്ടറികളിലും മറ്റും മരിക്കുന്നുണ്ട്. അതൊരു ഫാക്ടറികളൊക്കെ അടച്ചു പൂട്ടുമെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാമാജിക ജീവിതത്തിൻ്റെ അവശ്യ ഘടകങ്ങളായ വാഹനത്തിൻ്റെയും മറ്റും വിഷയവും ഈ കരിമരുന്ന് തുടങ്ങിയവയും ചേർത്ത് ബന്ധിപ്പിക്കാൻ പാടുണ്ടോ എന്ന് സംസാരിക്കുന്നവർ തന്നെ, അത് പറയുന്നവർ തന്നെ ഒന്ന് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവും. അത് തീർത്തും അപ്രസക്തമാണ് അത്തരം വാദങ്ങൾ. അതുകൊണ്ട് ഒരു കാരണവശാലും ആവശ്യമില്ലാത്തതാണിത്. എന്നല്ല, ഇതിൽ നിന്നൊക്കെ പുറമേക്ക് വരുന്ന ശബ്ദം, ഇത് പുറത്തുവിടുന്ന പ്രകമ്പനങ്ങൾ, ഇതൊന്നും ശാസ്ത്രീയമായിട്ട് അളക്കാനോ അതിൻ്റെ പ്രതിഫലനങ്ങൾ ചുറ്റുപാടും എത്രമാത്രം വ്യാപിക്കുന്നു എന്നുള്ളതൊന്നും നമ്മൾ ശാസ്ത്രീയമായി ഗൗനിക്കുന്നില്ല. ശാസ്ത്രബോധം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ വൈകാരികതയ്ക്ക് അടിമപ്പെട്ടിട്ട് ചുറ്റുപാടുള്ള ഗർഭിണികൾക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗികൾക്ക് എത്ര പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എത്ര വീടുകൾ കേടുവരുന്നുണ്ട്, എത്ര അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. ഇതൊന്നും പ്രശ്നമല്ല. ഇതിലൊക്കെ കച്ചവട താല്പര്യങ്ങളാണ്, വെറും കച്ചവട താല്പര്യങ്ങളാണ് ഇതിനൊക്കെ അടക്കി ഭരിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേവലം ക്ഷേത്രങ്ങൾ എന്നുള്ളതല്ല, ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും മറ്റ് സാംസ്കാരിക സംഘടനകളായാലും ഞങ്ങളുടെ ഒരു പരിപാടിക്കും ഈ അപകടം ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തണം. നല്ല വർണ്ണരാജികൾ, ഇന്നത്തെ ഈ കരിമരുന്നിനേക്കാൾ എത്രയോ വലിയ വർണ്ണരാജികൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വെച്ചിട്ട് ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കാം. അപകടങ്ങളില്ല. എന്തെല്ലാം മനോഹരങ്ങളായ ദൃശ്യങ്ങളാണ് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് കാണുന്നത്. അതിമനോഹരമായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വെച്ചിട്ട് സുഖമായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഈ കരിമരുന്നിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് അനർത്ഥകരമാണ്. ഇപ്പം ഈ ആന എഴുന്നള്ളത്തും വലിയ പ്രശ്നമാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചൂട് 40 ഡിഗ്രിയും 38 ഡിഗ്രിയും 42 ഡിഗ്രിയൊക്കെ ഒക്കെ ഒരു കുറവില്ലാവുന്നുണ്ടെങ്കിൽ ഉത്സവങ്ങൾ നടക്കുന്ന ഇപ്പോഴും എഴുന്നള്ളത്ത് നിർബാധം നടക്കുകയാണ് പലയിടങ്ങളിലും. അതൊരു അനാചാരം എന്ന് മാത്രമല്ല, ഒരു ജീവിയോടുള്ളൊരു ഉപദ്രവം കൂടിയായി കണക്കാക്കാൻ കഴിയില്ല. ഇവിടെ വലിയൊരു ദുരാചാരമാണ്, അനാചാരം എന്നല്ലാതെ നമ്മൾ പറയുക. ഒന്നാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കരിമരുന്ന് വിഷയത്തിൽ ഇത് പ്രസക്തമാണ്. കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്തത്ര വലിയ ചൂടാണ്. 40 ഡിഗ്രിക്ക് അധികമാണ് ഇപ്പോൾ ചൂട്. ഈ സമയത്താണ് യാതൊരു വ്യാവസായിക സുരക്ഷയുമില്ലാത്ത രീതിയിൽ കരിമരുന്ന് നിർമ്മിക്കുന്നത്. സിൽപോളിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ അടിയിൽ പന്തലിട്ടിട്ട് മറ്റുള്ള രീതിയിലാണ് നിർമ്മിക്കുന്നത്. അതിരിക്കട്ടെ, ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആന എന്നുള്ളത് തണുപ്പത്ത് ജീവിക്കേണ്ട, കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജന്തുവാണ്. അത് ഏക്കർ കണക്കിനുള്ള ക്ഷേത്രങ്ങളിൽ, ഏക്കർ കണക്കിന് വിശാലമായ ക്ഷേത്രഭൂമികളിൽ ശരിയായ മാതംഗലീല പഠിച്ച സ്വന്തം മക്കളെപ്പോലെ ആനകളെ പരിപാലിച്ചിരുന്നവർ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് കുഴപ്പമില്ല. ഇനി ആന വിരണ്ടാൽ പോലും വലിയൊരു അപകടമില്ല. കാരണം അത്രയും വിശാലമായ ക്ഷേത്രഭൂമികളാണ്. ഇത് 1 ഏക്കർ 2 ഏക്കറുള്ള ക്ഷേത്രത്തിലാണ് അപ്പുറത്തെ ഗ്രാമത്തിൽ 3 ആനയെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഇപ്പുറത്ത് 5 ആനയെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ആകെ കേരളത്തിലുള്ള ആനകളുടെ എണ്ണം എത്രയാണ്? ഈ ആനകളെയാണ് ഒരു തരത്തിലും പാടില്ലാത്ത വിധം ലോറികളിൽ കയറ്റി കൊണ്ടുപോയി ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിൽ, അതും ടാറിട്ട റോഡിലൂടെ നടത്തിച്ചു. ഇനി ഉത്സവത്തിൻ്റെ ശബ്ദങ്ങളും മേളങ്ങളും ഘോഷങ്ങളുടെയും മധ്യത്തിൽ നിർത്തിയും ഈ ഭയപ്പെടുത്തുന്നതരം കരിമരുന്നുകളുടെ മധ്യത്തിലൊക്കെ ആനയെ നിർത്തുന്നത് എന്തൊരു അത്ഭുതമാണ്. അത്രയ്ക്കധികം അനർത്ഥം ഉണ്ടാവാത്തത്. എങ്കിൽ തന്നെ ഈ വർഷം തന്നെ എത്ര മരിച്ചു പേര്, എത്ര പേരെ ആന കൊന്നു, എത്ര ക്ഷേത്രങ്ങളിൽ അടഞ്ഞു. ഏതെങ്കിലും ശാസ്ത്രത്തിൽ നമ്മുടെ തന്ത്രവുമായിട്ടോ പൂജാവിധാനങ്ങളുമായിട്ടോ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ ആനപ്പുറത്ത് എഴുന്നള്ളിക്കണം എന്നൊരു പരാമർശം ഒരു ആചാര്യൻ പറഞ്ഞത് കാണിച്ചു തന്നാൽ ഞാനത് മാറ്റി പറയാൻ തയ്യാറാണ്. ഒരുപാട് ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ കുറച്ച് ശാസ്ത്ര പഠനം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ദേവതയുടെ എഴുന്നള്ളിപ്പിനായിക്കൊണ്ടുള്ള ബിംബത്തെ മസ്തകത്തിൽ എഴുന്നള്ളിക്കാൻ പറയുന്നുണ്ട്. അത് ആ മസ്തകം എന്ന് പറഞ്ഞാൽ പൂജകന്റെ മസ്തകമാണ്. അത് കാണണമെങ്കിൽ നമുക്ക് തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രത്തിൽ പോയാൽ കാണാം. അവിടെ ബലരാമനെയും കൃഷ്ണനെയും മസ്തകത്തിൽ എഴുന്നള്ളിച്ചിട്ടുള്ള നൃത്ത വിശേഷങ്ങൾ കാണാം. അല്ലെങ്കിൽ കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ദേവതാബിംബത്തെ എഴുന്നള്ളിക്കാം, അല്ലെങ്കിൽ രഥത്തിൽ എഴുന്നള്ളിക്കാം. ഇതിനാണ് വിധിയുള്ളത്. അവിടെ മസ്തകം എന്ന് പറഞ്ഞാൽ ആനയുടെ മസ്തകമാണെന്ന് തെറ്റിദ്ധരിച്ചു, അതിന് നിവൃത്തിയൊന്നുമില്ല. അപ്പം അത്
അനർത്ഥമാണ്, വളരെ അനർത്ഥമാണ്. ജന്തുവോടുള്ള ക്രൂരത എന്ന് ഞാൻ എടുത്ത് അധികം പറയില്ല, മനുഷ്യനോടുള്ള ക്രൂരത എന്നേ പറയുള്ളൂ. ജന്തുവോടുള്ള ക്രൂരത പറയുകയാണെങ്കിൽ അതിനേക്കാൾ ആദ്യം പറയേണ്ടത് നാട്ടിൽ മുക്കിനുള്ള അറവുശാലകൾ നിരോധിക്കേണ്ടതാണ്. ലക്ഷക്കണക്കിന് അറവുശാലകൾ ഒരു അംഗീകാരവും ഇല്ലാതെ, സർക്കാരിൻ്റെ ലൈസൻസ് ഇല്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കും ഏത് ജന്തുവിനെയും കൊല്ലാം എന്നുള്ള അവസ്ഥ എത്തിയിട്ടുണ്ട്. ഒരംഗീകാരവും ഇല്ല സർക്കാരിൻ്റെ. അങ്ങനെയാണ് നമ്മുടെ അറവുശാലകൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ തന്നെ കേരളത്തിൽ എത്ര അറവുശാല ഉണ്ടെന്ന് നോക്കുക, അതിൽ എത്ര എണ്ണത്തിന് ഗവൺമെൻറ് അംഗീകാരം ഉണ്ടെന്ന് നോക്കുക. വിരലിലെണ്ണാവുന്നേക്ക് മാത്രമേ അംഗീകാരമുള്ളൂ. അതിലൂടെ പഞ്ചായത്തുകൾക്ക് തന്നെ കോടിക്കണക്കിന് രൂപ നഷ്ടം വരികയാണ്. അപ്പോൾ അത് മൃഗങ്ങളോടുള്ള ക്രൂരത എന്നുള്ള ആസ്പെക്റ്റിലല്ല ഞാൻ പറയണത്. അങ്ങനെയാണെങ്കിൽ ആനയെ എഴുന്നള്ളിക്കുന്നതുകൊണ്ട് വലിയ ക്രൂരതയൊന്നുമില്ല. കാരണം ആകെ കൂടെ ഇതിനെ വല്ലപ്പോഴും ഉത്സവകാലത്ത് എഴുന്നള്ളിക്കുന്നേ ഉള്ളൂ, മറ്റല്ല ദിവസവും കൊന്നൊടുക്കുകയാണ്. പക്ഷേ മനുഷ്യ സമൂഹത്തിൽ, ഒരു സാമാന്യ യുക്തിബോധവും പരിഷ്കാരവും ഉള്ളൊരു സമൂഹത്തിൽ അനാശാസ്യമായ രീതിയിലാണ് ഇവ നടക്കുന്നതെന്ന് പറഞ്ഞേ തീരൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.